ഓക്കെ, അപ്പം നമുക്കിന്ന് ബാക്കി നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ആ ഒരു ലെഗും റൈറ്റ് ഹാൻഡിൻ്റെതും അങ്ങനെയുള്ള കാര്യങ്ങളാണ് നോക്കിയത്. അപ്പം നമുക്കിത് കുറച്ചും കൂടെ ഡീറ്റെയിലോട്ട് വരാം. ഫുള്ളായിട്ട് വേണ്ട, കുറച്ച് സെക്കൻഡ് ഡീറ്റെയിലോട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബോഡി ചെയ്യണം ഇന്ന്. നമുക്ക് ഈ ഒരു ഇതിൽ പാട്ടിൽ നമുക്ക് ബോഡിയും കൂടെ ചെയ്ത് പോവാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ്ട് ഈ ഒരു ഹിപ്പിൻ്റെ ഇത് എങ്ങനെയാണ് നോക്കാം. അതിന് നമുക്ക് 4 അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അങ്ങ് ഹൈഡ് ചെയ്യാം. മീൻസ് ആ ഈ മെഷ് മാത്രം വെച്ചിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഹിപ്പിൻ്റെ ഒരു മൂവ്മെൻറ്റ്സ് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് കാല് ഇങ്ങോട്ട് കുത്തുമ്പോൾ ഇവിടെ ഡൗൺ ആവുന്നുണ്ട് കേട്ടോ. ഇവിടെ ഡൗൺ ആവുന്നുണ്ടല്ലോ. ഇവിടെ നോക്കുമ്പോൾ 21 നമുക്ക് സ്വല്പം ഒന്ന് ഡൗൺ ആക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ വരുന്ന സമയത്ത് ഓക്കെ കാല് ഡൗൺ ആയി. അതിനുശേഷം അവർ ഈ ഒരു ഏരിയയിൽ സ്വല്പം ഒന്ന് അപ്പ് ചെയ്യുക. ഓക്കെ, അപ്പ് ചെയ്യുന്നു. ഓക്കെ, സ്വല്പം ഒന്ന് 28 സ്വല്പം ഒന്ന് അപ്പ് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും ഈ ഒരു ഏരിയയിൽ അതിൻ്റെ എക്സാക്ട് അത് തന്നെ കൊടുക്കുക. ഫുൾ ഡൗൺ ആവുന്ന ആ ഒരു ഏരിയ തന്നെ കൊടുക്കുക. അപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു ഈ ഒരു ഏരിയയിൽ ഇവിടെ തന്നെ ഡൗൺ ആക്കാം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റങ്ങൾ വരും, അത് പ്രോബ്ലം ഇല്ല. ഓക്കെ, അത് പഴയ പോലെ. അപ്പോൾ 2 എടുത്ത് തന്നെ നമുക്ക് 50 ഇട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. അത് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറയ്ക്കാം. ഓക്കെ, അപ്പോൾ ഡൗൺ. ഓക്കെ, നമുക്ക് ഈ 21 എടുത്തിട്ട് 18 ഇടാം. അത് നമ്മുടെ ഇത് കൺവീനിയൻറ്റ് അനുസരിച്ച് നമുക്ക് എങ്ങനെയാണ് നല്ല ഫ്ലോ വരുന്നത് അതിനനുസരിച്ച് നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും മറ്റേത്. ഏതാണ്? ഈ ഒരു ഏരിയ, ഈ ഒരു പാർട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ പാർട്ട് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാം. അത് നമുക്ക് സ്വല്പം തിരിച്ചിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഓക്കെ, ഇവിടെ അപ്പാകുമ്പോൾ അവിടെ ഡൗൺ ആവുകയാണത്. അപ്പോൾ നമുക്ക് സ്വല്പം അതിനെ ഡൗൺ ആക്കുക ഇങ്ങനെ. ഓക്കെ, ഡൗൺ. അത് കഴിഞ്ഞിട്ട് സ്വല്പം അപ്പാക്കുന്നു. ഡൗൺ ആക്കേണ്ട ഏരിയ ഏതാണെന്ന് സ്വല്പം ഒന്ന് അതിലും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. ഇതിൽ കറക്റ്റായിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഡൗൺ അപ്പ്, ഡൗൺ അപ്പ്. ഇവിടെ നമുക്ക് സ്വല്പം ഒന്ന് ഡൗൺ ആക്കാം. ഇതുമായിട്ടും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കോണേ. ഡൗൺ ഇവിടെ സ്വല്പം അപ്പാവുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് റിമൂവ് ചെയ്തിട്ട് ഇവിടെ അപ്പാവുന്നുണ്ട്. അവിടെ നമുക്ക് സ്വല്പം അപ്പ് ചെയ്യുക, ഡൗൺ. ഓക്കെ, അത് നോർമലി രണ്ടാമത്തെ പോസ് എടുത്ത് ആദ്യം ഇടുക. നമുക്കൊരു കാര്യം ഇതിനെ നമുക്ക് നണ്ണാക്കിയിട്ട് പോളിഗണിൽ മാത്രം ഒന്ന് കണ്ടു നോക്കാം അപ്പ് ആൻഡ് ഡൗൺ വർക്ക് ചെയ്യുന്നുണ്ടാന്ന്. ഓക്കെ, അപ്പോൾ ഇവിടെ അത് ഡൗൺ ആവാത്തൊരു ഫീലുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ ഡൗൺ അപ്പ് പിന്നെ ആ ഒരു ഡൗൺ. നമുക്ക് ഓൾ ആക്കാം. ഇവിടെ നിന്ന് നമുക്ക് 4 ആക്കിയിട്ട് ഓക്കെ ഇവിടെ ഡൗൺ കൊടുക്കുക. അവിടെ അതാണ് ഒരു ഫീൽ ഇല്ലാത്ത. ഇവിടെ ഡൗൺ കൊടുക്കുക. ഡൗൺ, കാരണം അത് അപ്പാകുമ്പോൾ ഇത് ഡൗൺ തന്നെ ആകുക. പിന്നെ ഇത് അപ്പാക്കുക. അത് ഒരുപാട് അപ്പ് വേണ്ട. ഇവിടെ നിന്ന് ഇവിടെ ഓക്കെ ഇവിടെ എത്തുമ്പോൾ സ്വല്പം ഒന്ന് അപ്പാക്കുക. ഓക്കെ, ഇനി പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം കണ്ടോ ആ ഒരു ഫ്ലോ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. 5 അടിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. ഈ ഒരു ഫ്ലോ ആണ് വേണ്ടത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പോസും അവസാനത്തെ പോസും കറക്റ്റ് ആയിരിക്കണം. ഫുൾ സെലക്ട് ചെയ്യുക. ഫസ്റ്റ് പോസ് അവസാനത്തെ പോസും പ്രോപ്പർ ആയിരിക്കണം. എന്നാലേ ആ കറക്റ്റ് ഒരു ഫീല് കിട്ടുള്ളൂ. അപ്പോൾ ആദ്യത്തെ പോസ് ഇവിടെ സ്ട്രെച്ച് തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക. ഇത് മുകളിലും ഇത് താഴെയും തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഇത് സ്വല്പം ഒന്ന് താഴ്ത്തേണ്ടതായിട്ടുണ്ട്. ഇത് സ്വല്പം വളരെ മൈന്യൂട്ടായിട്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കോപ്പി എടുത്തിട്ട് 50 ഇടുക. എന്നാലേ ആ ഒരു കറക്റ്റ് ഫ്ലോ അതിൻ്റെ അകത്ത് വരുള്ളൂ. ഓക്കെ, ഇനി നമുക്കിത് പോളിഗൺ മാത്രം വെച്ചിട്ടൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ആ ഒരു ഫ്ലോ വരുന്നുണ്ട്. ഇപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ഷോയ്ക്കകത്ത് ഓൾ കൊടുത്തിട്ട് വീണ്ടും നമ്മൾ മറ്റേത് മാത്രം ചെക്ക് ചെയ്യുക. ഇതിനെ ഹൈഡ് ചെയ്തിട്ട് ഇനി മറ്റേത് മാത്രം ചെക്ക് ചെയ്യുക.
ഓക്കെ, ഇനി അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാലും ശരിയാക്കേണ്ടതായിട്ടുണ്ട്. അപ്പം കാല് ശരിയാക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, തല ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാം. തലയിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡൗൺ അപ്പ് തല നല്ലവണ്ണം കോൺസെൻട്രേറ്റ് ചെയ്ത് ഇതാകുമ്പോൾ ഡൗൺ ആവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും ചെറുതായിട്ടൊന്ന് അപ്പ് ആവുന്നുണ്ട്. തലയുടെ ആദ്യം നമുക്ക് ഡൗൺ അപ്പ് മാത്രം നമുക്ക് ചെക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ട് ഏരിയാസിലുള്ള മൂവ്മെന്റ് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ വീണ്ടും ഇത് ഓൺ ആക്കിയിട്ട് 4 അടിച്ചിട്ട് തലയുടെ ആ ഒരു മൂവ്മെന്റ് നമുക്ക് ചെക്ക് ചെയ്യാം. തലയുടെ മൂവ്മെന്റ് എന്ന് വെച്ചാൽ ഏതാണ് എക്സാക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണത് അതിൽ നമുക്ക് കൊടുക്കാം. 2 കൺട്രോൾസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇതാണെങ്കിലും കുഴപ്പമില്ല, അതും ഇതും നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം അതിൽ ഏതാണ് കറക്റ്റായിട്ട് മൂവ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, എനിക്കൊന്ന് ഈ ഇതാണ് തന്നെയാണ് മൂവ് ചെയ്യുന്നത്, ഇത് മതി, ഇത് ഇനഫാണ്. ഓക്കെ, സോ അതിനെ വെച്ചിട്ട് ഇവിടെ ആകുമ്പോൾ ഡൗൺ ചെയ്യുക. ഓക്കെ, അപ്പ് ആവണ സമയത്ത് ഇവിടെ ആകുമ്പോൾ സ്വല്പം അപ്പ് ചെയ്യുക. ഇവിടെ നമുക്ക് റിമൂവ് ചെയ്യാം. ആ ഒരു എക്സ്ട്രാ കീ ഇതിനു മുമ്പ് എങ്ങനെ വിടുന്ന് കിടക്കുന്നതാണ്, അത് റിമൂവ് ചെയ്യുക. ഇത് റിമൂവ് ചെയ്യുക. ഡൗൺ അപ്പ്, വീണ്ടും ഇവിടെ എത്തുമ്പോൾ ഡൗൺ, നല്ലവണ്ണം ഡൗൺ ചെയ്യുക. അപ്പോൾ ഏതിൽ നിന്നാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത് നോക്കട്ടെ. ചിലപ്പോൾ ഇങ്ങനെ വെച്ചാൽ കിട്ടൂല. അങ്ങനെയാണെങ്കിൽ നമ്മൾ പെർസ്പെക്റ്റീവ് ആംഗിൾ മാറ്റി തന്നെ നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ ഇവിടെ ഡൗൺ ആക്കി ഇവിടെ അപ്പാക്കുക. ഓക്കെ, അപ്പോൾ ഇതും ലാസ്റ്റും കറക്റ്റ് പോസ് തന്നെ ആയിരിക്കുക. അതിനൊന്ന് പ്ലേ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ജോയിൻസ് നമുക്ക് ഓഫ് ചെയ്യാം. ജോയിൻസ് കാണേണ്ട ആവശ്യമില്ലല്ലോ. പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടല്ലോ, അത് ഒരുപാട് കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. അത് നമ്മുടെ ഇതാണ്. ഇപ്പം ഏകദേശം എക്സാക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് നമുക്ക് കൂടുതലും കാലിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. കാല് എടുത്ത് വെക്കുന്ന സമയത്തുള്ള അത് നമുക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഇതെടുത്ത് വയ്ക്കാം, ഒരു പ്ലെയിൻ എടുത്ത് വയ്ക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പല രീതിയിലും പലതായിട്ട് പോകും. പ്ലെയിൻ എടുത്ത് വെച്ചിട്ട് പ്രോപ്പർ ആക്കുക. ഫസ്റ്റ് കാലിൽ ഒരു പ്ലെയിൻ എടുത്ത് വെച്ചിട്ട് എക്സാക്റ്റ് കാലതിൽ കറക്റ്റായിട്ട് ടച്ച് ചെയ്യുന്ന രീതിയിലാക്കുക. ഓക്കെ, കാല് പ്രോപ്പറായിട്ട് അതിൽ ടച്ച് ചെയ്യുന്ന രീതിയിലാക്കുക. ഓക്കെ, എന്നിട്ട് നമുക്കതിനെ വർക്ക് ചെയ്യാം. അപ്പോൾ ഈ കാല് ഇവിടെ നിന്ന് എടുക്കുന്നു, ഈ കാലിൽ കോൺസെൻട്രേറ്റ് ചെയ്യട്ടെ. ഈ കാലിൽ എടുത്ത് വെച്ചിട്ട് ഡൗൺ, ഞാനൊരു 4 അടിക്കുക. അപ്പോൾ കുറച്ചും കൂടെ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. 4 അടിച്ചിട്ട് ഓക്കെ, ഇവിടെ ചെറുതായിട്ടൊന്ന് പൊക്കുക കേട്ടോ. ഈ ഏരിയ നമ്മൾ പൊക്കിയിട്ടില്ല. അതുകൊണ്ട് ഈ ഏരിയയിൽ സ്വല്പം ഒന്ന് അവിടെ ജസ്റ്റ് ഒന്ന് ലിഫ്റ്റ് ചെയ്യുക. ബോൾ അല്ലെങ്കിൽ നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പൊക്കാം. കേൾ ഒന്ന് സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഇവിടെ എത്തുമ്പോൾ കേൾ 0 ആക്കുക, എല്ലാം 0 ആക്കുക. അത് കറക്റ്റായിട്ട് അവിടെ രജിസ്റ്റർ ആവണം. ഓക്കെ, നമുക്ക് കുറച്ചൊന്ന് തിരിച്ച് അത് അവിടെ കാല് കറക്റ്റായിട്ട് അവിടെ രജിസ്റ്റർ ആവണുണ്ട്. അതുകൊണ്ട് ഇവിടെ ഈ ഏരിയയിൽ പ്രോപ്പറായിട്ട് രജിസ്റ്റർ ആവുക. അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ആ വെക്കുന്ന ആ ഒരു ഫീൽ എന്നാലേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അതുകൊണ്ട് ആ ഒരു ഏരിയയിൽ പ്രോപ്പറായിട്ട് കിട്ടുള്ളൂ. ഞാൻ ഒന്ന് അറേഞ്ച് ചെയ്യണേ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയക്കകത്ത് കാലെടുത്ത് വെച്ചു. എത്രയും ഫ്രണ്ടിലോട്ട് പോകണോ എന്നത് ചെക്ക് ചെയ്ത് നോക്കുക, രണ്ടും തമ്മിലുള്ള അകലം. ഓക്കെ, ഈ ഒരു ഏരിയ ഇത്രയും മതിയാവും തോന്നുന്നു. ഫൈൻ. ഓക്കെ, അപ്പോൾ അടുത്ത കാലം അതേപോലെ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാഫ് എടുത്തിട്ട് അനിമേഷൻ ഗ്രാഫ് എഡിറ്റർ എടുത്തിട്ട് ഇതിനെ നമ്മൾ ഇതായി കൊടുക്കുക. ഏതാണ് ട്രാൻസ്ലേറ്റ് വൈ ഉണ്ടല്ലോ, വൈ അത് ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒടിഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിൽ കണ്ടോ, ഇത് ഇവിടെ ഒടിഞ്ഞ് കിടപ്പുണ്ട്, അതങ്ങ് റിലീസ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇതങ്ങ് റിമൂവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റായി. അതുപോലെ ഹിറ്റ് ചെയ്യണ സമയത്ത് ഈ ഒരു ഏരിയക്കകത്ത് ഇവിടെ നിന്ന് വന്ന് ഇവിടെയാണ് ഹിറ്റ് ചെയ്യണത്. ഓക്കെ, ഹിറ്റ് ചെയ്യണ സമയത്ത് നമുക്ക് അതിനെ ലീനിയർ ആയി കൊടുക്കുക. ലീനിയർ തന്നെ ആക്കുക കേട്ടോ, പ്രോപ്പർ ലീനിയർ ആക്കുക.
ഓക്കെ, വേറെ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് റെഡിയാക്കാം. അപ്പോൾ തൽക്കാലം ലീനിയർ കൊടുത്തിടുക, ഇല്ലാന്ന് ജസ്റ്റ് സ്മൂത്ത് ചെയ്യാന്നുള്ളതേ ഉള്ളത്, സ്മൂത്ത് ചെയ്തിട്ട് ഒടിച്ചു വയ്ക്കാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ തൽക്കാലം നമുക്കതിനെ ലീനിയർ ആക്കി ഇടുക. ഓക്കെ, അപ്പോൾ അത് നമ്മൾ വെച്ചു. ആ ഏരിയക്കകത്ത് മറ്റേലെ ടൈമിങ് കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇത് ഓഫ് ചെയ്തിട്ട്, അത്രയും ടൈമിങ് എടുക്കുന്നുണ്ട് അത് വരാൻ വേണ്ടിയിട്ടേ. ഓക്കെ, ഇത് നല്ലവണ്ണം അങ്ങോട്ട് തിരിഞ്ഞിട്ടുണ്ട്. ആ ഒരു റൊട്ടേഷൻ നമുക്കും വേണം. ഓക്കെ, ആ റൊട്ടേഷൻ കൂടെ നമുക്കും വേണം, എന്നാലേ ആ കറക്റ്റ് ഫീൽ വരുള്ളൂ അവിടെ. കണ്ടോ ആ ഒരു സംഭവം, കണ്ടോ ആ ഒരു ഫീല് കറക്റ്റായിട്ട് അതിൽ നമുക്കും വരുള്ളൂ, വയ്ക്കുന്നൊരു ഫീൽ. അതുപോലെ ഇത് ഇങ്ങോട്ടെടുത്ത് വയ്ക്കുന്നൊരു ഫീല്, അവിടെയും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ. അതുപോലെ ഇത് എടുക്കുന്നൊരു ഫീല്. ഓക്കെ, ഇനി നമുക്ക് ഇതെല്ലാം മാറ്റിയിട്ടൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഷോയ്ക്കകത്ത് നമുക്ക് ഇമേജ് പ്ലെയിൻ ഓഫ് ചെയ്യുക, പ്ലേ ചെയ്ത് നോക്കുക. ഓക്കെ, ഈ ഒരു ഏരിയയിൽ നമുക്ക് ഓക്കെ, അതായത് ഈ ഒരു കാലുണ്ടല്ലോ, ഈ ഒരു കാല് ഇവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് ഈ കാല് ലിഫ്റ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ആ കാല് അവിടെ വന്ന് രജിസ്റ്റർ ആവുന്നത്. ഓക്കെ, നമുക്കിതിൻ്റെ ഗ്രാഫ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഗ്രാഫിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോയെന്നുള്ളത്, ഈ ഒരു ഏരിയക്കകത്തുള്ള ഗ്രാഫിലെല്ലാം എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ട്രാൻസ്ലേറ്റ് വൈ എല്ലാം എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക, എന്തെങ്കിലും അടി ഉണ്ടോ എന്നുള്ളത്. ജസ്റ്റ് നീക്കുന്നു. ഓക്കെ, അതാകുമ്പോൾ സ്മൂത്തായി. ഓക്കെ, ഈ ഒരു സംഭവം എടുക്കുന്നതെല്ലാം ഇവിടെ സ്മൂത്താവും. ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ ഇത് റിമൂവ് ചെയ്യുക. ബാക്കിയെല്ലാം നമ്മൾ സ്മൂത്ത് ചെയ്ത് എടുക്കുക കേട്ടോ, ഈ ഏരിയ എല്ലാം. ആ റെഫറൻസ് നമ്മളത് എടുത്തതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ നമ്മൾ തന്നെ ട്വീക്ക് ചെയ്ത് എടുക്കുക. ഓക്കെ, അത് ഏകദേശം ആയിട്ടുണ്ട്. അതേപോലെ അടുത്ത കാലും അതിന് റെഫറൻസ് തന്നെ അച്ചീവ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്, റെഫറൻസ് തന്നെ എടുത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അതും ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള മൂവ്മെന്റ്സ് ചെക്ക് ചെയ്യുക. ബാക്കിയുള്ള മൂവ്മെന്റ്സ് മീൻസ് ഈ ഏരിയ ഉണ്ടല്ലോ, ഇവിടെ നിന്ന് ഇങ്ങനെ താഴ്ത്തുന്ന സമയത്ത് ഇത് ഫസ്റ്റ് ഒരു ആ കാലെടുക്കുമ്പോഴേ ഫ്രണ്ടിൽ മൊത്തത്തിൽ എന്താണ് ഇത് പൊക്കുന്ന സമയത്ത് മൊത്തത്തിൽ താഴുന്നുണ്ട് കണ്ടല്ലോ. ഇവിടെ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഇത് ഇത്രയും ഈ ഏരിയയിൽ നല്ലവണ്ണം ഇത് താഴുന്നുണ്ട്. ഇതാണ്ട് ഈ ഒരു ഏരിയ താഴുന്നുണ്ട്. അപ്പം നമുക്കത് ഈ കൺട്രോൾ ഉണ്ടല്ലോ, ഇത് നമ്മൾ സ്വല്പം ഒന്ന് നല്ലവണ്ണം താഴ്ത്താം ഇങ്ങോട്ട്, അല്ലെങ്കിൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം ജസ്റ്റ് ഇങ്ങനെ. കണ്ടോ, ഇത് ചെറുതായിട്ടൊന്ന് താഴ്ത്താം. കണ്ടോ, ഈ ഒരു ഏരിയയാണ് അത് താഴ്ത്തിയിരിക്കുന്നത്. കണ്ടോ. ഓക്കെ, അപ്പം ആ കൺട്രോളും കൂടി യൂസ് ചെയ്യുക. രണ്ടാമത്തിൽ അത് നല്ലവണ്ണം താഴ്ത്തി, പിന്നെ നടുക്ക് നമുക്ക് 0 ആക്കാം. അവിടെ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. അത് നല്ലോണം താഴ്ന്നാണ് ഇരിക്കുന്ന ഈ ഏരിയ. ഓക്കെ, അതുപോലെ തന്നെ ആ ഒരു ഏരിയക്കകത്ത് ഫ്രണ്ടിലോട്ട് പോകുന്നു. ഓക്കെ, നല്ലോണം ഒന്ന് ഫ്രണ്ടിലോട്ട് പോകുന്നു ഇങ്ങനെ. ഈ ഏരിയക്കകത്ത് നമ്മൾ നടുക്കൊരു കൺട്രോളും കൂടി ഇട്ട് കൊടുക്കുക. ബാക്ക്, അതായത് ഇത് നല്ലവണ്ണം ബാക്കിലോട്ട് പോകുന്ന ഇതുണ്ട് ഇങ്ങനെ. ഒരുപാട് കയറണ്ട, സ്വല്പം ഒന്ന് ബാക്കിലോട്ട് കയറുന്ന, അത് ഈ ഒരു ഇതും കൂടെ നല്ലവണ്ണം എടുത്തു വെച്ച് പോണ ഒരു ഫീൽ കിട്ടണം ഇങ്ങനെ. കണ്ടോ, അതുകൊണ്ട് ഈ ഒരു ഫീല് കറക്റ്റായിട്ട് കിട്ടണം. അത് എടുത്തു വെക്കുന്ന ഒരു ഫീൽ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ, ഈ ഒരു സംഭവം കണ്ടോ. അത് നമ്മൾ കൊണ്ടുവരണം കറക്റ്റായിട്ട്. ആ ഒരു റൊട്ടേഷൻ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് അച്ചീവ് ചെയ്ത് കൊണ്ടുവന്നേ പറ്റുള്ളൂ. അടിക്കാൻ പാടില്ല, അത് കറക്റ്റായിട്ട് ആ റൊട്ടേഷൻ നമ്മൾ അച്ചീവ് ചെയ്ത് കൊണ്ടുവരണം. അവിടെ നിന്ന് ഇങ്ങനെ വെച്ചു, ഈ ഏരിയയിൽ വെച്ചു, വീണ്ടും അവിടെ നിന്ന് മറ്റേ നമുക്ക് ഒന്നും കൂടെ ചെക്ക് ചെയ്യാം അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന്. ഓക്കെ, ഇവിടെ എത്തുമ്പോൾ നല്ലവണ്ണം പൊങ്ങി, കണ്ടോ പൊങ്ങി, ആ വെയിറ്റ് ഹോൾഡ് ചെയ്ത് വീണ്ടും ലാസ്റ്റ് എത്തുമ്പോൾ ലാസ്റ്റ് വരെ അത് നല്ലവണ്ണം ഹോൾഡ് ചെയ്ത് കൊണ്ടുവരിക. കണ്ടോ, സംഭവം മനസ്സിലായി എന്താണെന്ന്. ആ ഏരിയ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്.
ആ ഏരിയയിലാണ് കറക്റ്റായിട്ട് വെയിറ്റ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഞാൻ ഒന്നും കൂടെ നോക്കാം. അത് ഈ ഒരു ഏരിയ ഇങ്ങനെ വെച്ചു. ഞാനൊരു കാര്യം ചെയ്യാം, ഗ്രാഫിൽ വർക്ക് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടെ ഒരു റൊട്ടേറ്റ് എക്സ് ഗ്രാഫിൽ വർക്ക് ചെയ്യാം. ഗ്രാഫ് എഡിറ്റ് എടുത്തിട്ട് ഓക്കെ, ഗ്രാഫ് എഡിറ്റർ എടുത്തിട്ടെ ഗ്രാഫിൽ കൂടുതൽ വർക്ക് ചെയ്യാം. ഞാൻ മൊത്തം റിമൂവ് ചെയ്തേ, എല്ലാം റിമൂവ് ചെയ്തേ ഇതിന്ന്. ഓക്കെ, ഫസ്റ്റ് ഇവിടെ നിന്ന് താഴോട്ട്. അപ്പം ഞാനിതിനെ ഇങ്ങോട്ടാക്കി. ഓക്കെ, നല്ലവണ്ണം ഇങ്ങനെ ആയി. ഈ ഏരിയ ഫ്രണ്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ അതിനെ സ്മൂത്ത് ചെയ്തു. അവിടെ നിന്ന് വീണ്ടും ഇങ്ങനെ വെച്ചു. ഇവിടെ നിന്ന് എടുത്തു, ഇവിടെ വെച്ചു. ഇവിടെ നിന്ന് തിരിച്ചങ്ങോട്ട്. അപ്പ് മാക്സിമം തിരിച്ച് 50 സ്വല്പം ബാക്കിലോട്ടിരുന്നാലും കുഴപ്പമില്ല. ഓക്കെ, ആ ഒരു ഫീല് വേണം കേട്ടോ ഇതെടുത്ത് വെക്കുമ്പോൾ, എന്നാലേ ആ ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ അവിടെ. ഇത് അതിൻ്റെ കൂട്ടത്തിൽ പോയാലും കുഴപ്പമില്ല, അത് നല്ലോണം അങ്ങനെ പോയാലും. ഇതിങ്ങനെ പോകുമ്പോഴേ കൈ പോണ സമയത്ത് അത് അതിൻ്റെ കൂട്ടത്തിൽ പോയാലും കുഴപ്പമില്ല, ഇങ്ങനെ പോയാലും കുഴപ്പമില്ല. കാണുന്നുണ്ടോ? ഇതണ്ടേ, ആ ഒരു സംഭവം എന്തായാലും വേണം. അതുപോലെ തുടക്കവും അവസാനവും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേണം. അത് അത് നല്ല. പിന്നെ ഇത് മാത്രമല്ല, അത് ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഡൗൺ ആവും. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള മൂവ്മെൻ്റ് ആണ് വെച്ചത്. ഫ്രണ്ടും ബാക്കും ആണ്, ബാക്ക് ഫ്രണ്ട്. ഓക്കെ, ആ ഒരു മൂവ്മെൻ്റ് ആണ് വെച്ചത്. തിരിച്ച് ഇങ്ങനെ വരുമ്പോഴും ബാക്ക് ഈ ഒരു മൂവ്മെൻ്റ് ആണ് വെച്ചത്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡൗൺ ആവുകയാണ്. ഡൗൺ ആവുക മീൻസ് ഇത്രയും ഉണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ കേട്ടോ. ഡൗൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രാൻസ്ലേറ്റ് പോയി നല്ലവണ്ണം താഴുക. ഇങ്ങനെ അതിൽ കണ്ടാൽ മനസ്സിലാവും കറക്റ്റായിട്ട്. കണ്ടോ, ഇത് താഴുന്നുണ്ട് നന്നായിട്ട്. ഇത് താഴുന്നുണ്ട്, ഡൗൺ. കണ്ടോ, ഇവിടെ ഫുള്ള് താഴുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ എത്തുമ്പോൾ അപ്പാവും. ഇത് നല്ലോണം താഴ്ന്നിരുന്നോട്ടെ. ഇവിടെ ഇത്ര ഏരിയ നല്ലോണം താഴ്ന്നിരിക്കുക. അതിനുശേഷം കണ്ടോ അപ്പാവുന്നു, മാക്സിമം അപ്പാവുന്നു ഈ ഒരു ഏരിയയിൽ. കണ്ടോ? അപ്പോൾ അത് മാത്രമല്ല, ഈ ഒരു മൂവ്മെൻറ്റും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. കണ്ടോ? എന്നാലേ അത് കറക്റ്റ് ഫീൽ വരുള്ളൂ അതിന്. ഡൗൺ, ആ ഡൗൺ എത്രത്തോളം വേണമെന്നുള്ള കാര്യം നമുക്ക് തീരുമാനിക്കാം. ഇങ്ങനെ ആയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഡൗൺ ആയി വന്നു. കണ്ടോ ആ ഒരു സംഭവം. ഇവിടെ സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഫീൽ നമുക്ക് കിട്ടുള്ളൂ. കാലെല്ലാം ട്വീക്ക് ചെയ്യാനുണ്ട്. നമ്മളല്ലാതെ ഇത് ട്വീക്ക് ചെയ്തിട്ട് കാലെല്ലാം നമ്മൾ ട്വീക്ക് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് കാല് ചെയ്യാത്തത് ഇപ്പോൾ. ഓക്കെ, അപ്പം ഇതിൻ്റെ സെയിം പ്രോപ്പർട്ടി അടുത്ത ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. മീൻസ് ഇത് എങ്ങനെയാണ്, ഇതിപ്പം താഴ്ന്നാണ് ഇരിക്കുന്നത് അല്ലേ, ഇതിപ്പോൾ താഴ്ന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി എന്തായിരിക്കും, ഇതിങ്ങനെ പൊങ്ങേണ്ടി വരും ഇവിടെ. ഓക്കെ, ഇത് ആദ്യം നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ചെയ്തിട്ട് മറ്റേ ചെയ്യാം. മറ്റേ നമ്മൾ ഗ്രാഫിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് അപ്പാവുക. ഇവിടെ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് മാക്സിമം അപ്പാവുന്ന ഏത് ഫ്രെയിമിലാണെന്ന് നോക്കുക. ഇവിടെ മാക്സിമം അപ്പാക്കുക. അത് ഇതും തമ്മിലൊരു ഓപ്പോസിറ്റ് മൂവ്മെൻ്റ് ആണ്. അപ്പ് കണ്ടോ, അപ്പ് മാക്സിമം അപ്പ് കണ്ടോ, അത് ഇതും തമ്മിൽ ഓപ്പോസിറ്റ് തന്നെ ആയിരിക്കണം. അത് സ്ട്രെച്ച് ആവേണം മറ്റേ കാല്. അതുപോലെ തന്നെ ഡൗൺ ആവുന്നു, ഇങ്ങനെ നിൽക്കുന്നു. കണ്ടോ, ആ കൈയും ഈ കൈയും തമ്മിൽ എപ്പോഴും ഓപ്പോസിറ്റ് മൂവ്മെൻ്റ് ആണ്. ഡൗൺ ആകുമ്പോൾ അപ്പാവുന്നു. ഇതാണ്ട് ഇവിടെ നിന്ന് ഇതാണ്ട് ഈ ഒരു മൂവ്മെൻറ്റ്, ഇത് താഴുമ്പോൾ അത് പൊങ്ങുന്നു. അത് അത്രയും നേരം ഹോൾഡ് ഒറ്റയടിക്ക് താഴരുതേ. അത് നമുക്ക് ഗ്രാഫിൽ അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. ഒറ്റയടിക്ക് താഴാൻ പാടില്ല. ഒറ്റയടിക്ക് താഴണ്ട. അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ സ്വല്പം കൂടെ. അത് കഴിഞ്ഞിട്ട് പതുക്കെ അത് താഴ്ന്നിട്ട് മറ്റേ പൊങ്ങി. അങ്ങനെ തന്നെ ചെയ്യുക. ഒറ്റയടിക്ക് താഴരുത്.
ഈ ഒരു മൂവ്മെന്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂവ്മെന്റ് ആണ്. ഇതാണെങ്കിൽ വെയിറ്റ് നമുക്ക് കറക്റ്റായിട്ട് പിടിക്കാൻ പറ്റുള്ളൂ. പ്ലേ ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. കണ്ടോ, ആ മൂവ്മെന്റിലേ പോയി. കണ്ടോ, ഇനി ആ ഒരു ചെറിയൊരു ഷോൾഡർ റൊട്ടേഷൻ കൂടെ ഉണ്ട്. റൊട്ടേഷൻ കൂടെ നമുക്ക് ചെയ്യാം. അതിനു മുമ്പ് നമുക്ക് സേവ് ചെയ്തോട്ടെ. അതിനു മുമ്പ് നമുക്ക് ഈ ഒരു ഏരിയയും കൂടെ പെർഫെക്റ്റ് ആക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ഏരിയ നമ്മൾ നേരത്തെ ചെയ്ത പോലെ അതും പെർഫെക്റ്റ് ആക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമുക്ക് ആ റൊട്ടേഷനും കൂടെ പ്രോപ്പറായിട്ടൊന്ന് ചെയ്യാം. റൊട്ടേഷൻ പ്രോപ്പറായിട്ട് അലൈൻ ചെയ്യാം. ഓക്കെ, ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ഒരു സംഭവം നമുക്ക് പ്രോപ്പറായിട്ട് അലൈൻ ചെയ്യാം. അത് നമുക്ക് അതിൽ ചെക്ക് ചെയ്യാം എങ്ങനെയാണെന്ന്. ബാക്കിലോട്ട് പോകുമ്പോൾ അതും ബാക്കിലോട്ട് പോകും. ഓക്കെ, ബാക്കിലോട്ട് പോകുമ്പോൾ അതും ബാക്കിലോട്ട് പോകുന്നു. ഉണ്ടല്ലോ, കുറച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഐഡിയ കിട്ടും കേട്ടോ എങ്ങനെയാണെന്ന്. ബാക്കിലോട്ട് പോകുമ്പോൾ ബാക്കിലോട്ട് പോകുന്നു. എത്രത്തോളം മൂവ് ചെയ്യണമെന്നുള്ള കാര്യമൊക്കെ നമ്മൾ തീരുമാനിക്കുക. ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ അതും ഇതാണ്ട് ഇവിടെ നിന്ന് എടുത്ത് എത്രയും ഫ്രണ്ടിലോട്ട് പോകണം അത്രയും ഫ്രണ്ടിലോട്ട് പോവുക. കണ്ടോ, ആ ഒരു ഫീല് വേണം കേട്ടോ ഇവിടെ നിന്ന് എടുത്തോണ്ട് പോകുമ്പോഴേ. ആ കൈ ഇങ്ങനെ എടുത്ത് ആ ഒരു പവറിൽ വെക്കുന്ന ഒരു ഫീല് അത് കറക്റ്റായിട്ട് തന്നെ കിട്ടണം. അത് ഗ്രാഫ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഗ്രാഫ് കംപ്ലീറ്റ് നമ്മൾ സോൾവ് ചെയ്യുക. അത് ടൈം എടുത്ത് തന്നെ സോൾവ് ചെയ്യണം കേട്ടോ. അത് സമയം എടുക്കും. അത് ഒറ്റയടിക്ക് അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഏതാണ് എക്സ് ആണെങ്കിൽ എക്സിൻ്റെ മൂവ്മെൻറ്റ് പ്രോപ്പർ ആക്കുക. ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. ഡൗൺ, ഈ ഒരു കൺട്രോളിൽ ഓക്കെ ഏകദേശം ശരിയാക്കിയിട്ടുണ്ട്. ഓക്കെ, അതിന് ഇൻ ബിറ്റ്വീനൊക്കെ ഇനി ഒരുപാട് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. ഡൗൺ എക്സ്, ഓക്കെ ഓക്കെ. അതേപോലെ വൈ ഒന്നും കൂടെ നോക്കാം. വൈക്കകത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ വൈയുടെ സോൾവ് ചെയ്യുക. ഓക്കെ, കാലും കൂടെ ചെയ്യുമ്പോൾ അത് പ്രോപ്പറായിട്ട് വരും. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. എന്നാലേ ആ ഒരു ഇതെടുത്ത് വയ്ക്കുന്ന ഒരു ഫീൽ എന്താണ് കറക്റ്റായിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ അതെന്താണ് അത്രയും ബോഡി പാർട്ട് ഭയങ്കര സ്റ്റിഫായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, ഫ്രെയിംസ് നമുക്ക് ഒന്നും കൂടെ ചെക്ക് ചെയ്യാം. 24 തന്നെയാണ്. ഓക്കെ, 24 തന്നെയാണ്. ഇനി വീണ്ടും നമുക്ക് ആ ഒരു പ്ലെയിൻ എടുക്കാം. ഇമേജ് പ്ലെയിൻ. ഓക്കെ, ഇമേജ് പ്ലെയിൻ. ഇനി നമുക്ക് എന്താണ് അതിൻ്റെ അത് ഇതൊന്ന് ഹൈഡ് ചെയ്തിട്ട് ഇനി നമുക്ക് ചെക്ക് ചെയ്യാം വേറെ എന്താണ് നമുക്ക് മിസ്സിങ് ആയിട്ടുള്ളതെന്ന്. നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ റൊട്ടേഷൻ കൊടുക്കാം. റൊട്ടേഷൻ സൈഡിലോട്ട് ചെറിയൊരു റൊട്ടേഷൻ കൊടുക്കാം. നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഓക്കെ, ഇതെടുത്തിട്ട് നമുക്ക് ഈ ഒരു കൺട്രോൾ എടുത്തിട്ട് വളരെ മൈന്യൂട്ടായിട്ട് കൊടുക്കണേ. ഈ കയ്യിലല്ലേ ഇപ്പോൾ വെയിറ്റ് വരണത്, ഈ കയ്യിൽ. അപ്പോൾ നമുക്ക് വളരെ മൈന്യൂട്ടായിട്ടൊരു റൊട്ടേഷൻ തിരിച്ചിങ്ങനെ ഒന്ന് കൊടുത്തു നോക്കാം. എങ്ങനെ എത്രത്തോളം വർക്കൗട്ട്. വളരെ കുറച്ചേ കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ഒരു 5 കൊടുത്തു തൽക്കാലം. ഓവറായി കഴിഞ്ഞാൽ വൃത്തിയിടാവും. 5. ഇവിടെ നമുക്ക് -5 കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ -5 ആയിരിക്കുമല്ലോ. വൈക്കകത്ത് -5 ആയിരിക്കും.
ഞാനൊന്ന് റീസെറ്റ് ചെയ്തോട്ടെ വർക്ക് സ്പേസ് ഒന്ന്. ഓക്കെ, എത്രയായിരുന്നു നമ്മൾ കൊടുത്തിരുന്നു? -5 അല്ലേ? -5. ഓക്കെ, ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പൊ ആ ഒരു കറക്റ്റ് ഫീൽ വരണുണ്ട്. ഓക്കെ, നമുക്ക് ആ ഫ്രണ്ട് ഏരിയ മാത്രമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് ഏരിയ മാത്രമാണ് ഇപ്പോൾ ട്വീക്ക് ചെയ്തിട്ടുള്ളത്, വേറെ ഒന്നും ചെയ്തിട്ടില്ല എൻ്റെ അകത്ത്. ഫ്രണ്ട് വീല് നോക്കിക്കഴിഞ്ഞാൽ അത് പ്രോപ്പർ ആവില്ല. നമ്മൾ സൈഡ് വീല് കോൺസെൻട്രേറ്റ് ആണ് ചെയ്യുന്നത്. ഫ്രണ്ട് വീലാണെങ്കിൽ ഫ്രണ്ട് വീലും തന്നെ നമ്മൾ കറക്റ്റ് കൈ നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യണം. ഓക്കെ, ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ ഇത്രയും. അപ്പം നമ്മൾ ഇന്ന് ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ ഏരിയ ഈ ഒരു ഏരിയയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തു, റൊട്ടേഷൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തു. കൈയുടെയും കാലിൻ്റെയും ഇത് നമ്മൾ ചെയ്തിട്ടേ ഇല്ല, അത് വർക്കൗട്ട് ആയിട്ടേ ഇല്ല. പിന്നെ നമ്മൾ തലയാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ റെഫറൻസ് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് ഏകദേശം ഒരു ഐഡിയ പിടിയിട്ടല്ലോ സംഭവം. അപ്പൊ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വാലും പിന്നെ ഈ ഒരു ഹിപ്പ് എങ്ങനെ ചെയ്യുന്നതെന്നും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കറക്റ്റ് ആക്കണം. അതെല്ലാം നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം എങ്ങനെ അത് കറക്റ്റ് ചെയ്യുമെന്നുള്ള കാര്യം. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ഓക്വേർഡ് ആയിട്ട് ഇരിക്കുകയാണ്, നമുക്ക് തോന്നണത്. കാരണം നമ്മൾ ഈ ഒരു ഏരിയയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്, മറ്റേ ഏരിയ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യുന്നത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ.